ഈ തുടക്ക സിനിമയുടെ സ്ക്രിപ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടത്തും ഈ പടത്തിലേക്ക് വിസ്മയിക്കാം? വിസ്മയ, അടുത്ത ചോദ്യം, പ്രണവേട്ടൻ എന്താണ് നൽകിയ ഉപദേശം? ആദ്യം ലാലേട്ടൻ, അല്ലെങ്കിൽ വിസ്മയ, എങ്ങനെ? എത്ര മണിക്കൂർ നടന്നു എനിക്ക് അറിഞ്ഞൂടാ, കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. അത് ഓഫ്കോഴ്സ് കഥ കേട്ടു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് സത്യം. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിങ്? ഡിസ്കഷൻ അങ്ങനെ ഡിസ്കഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. സ്റ്റോറി ഭയങ്കര ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു. എനിവേസ്, ഹലോ, ഇവിടെയാണ്. നമസ്കാരം. തുടക്കം നല്ല സംഭവമായിട്ട് ജൂഡൻ്റെലേക്ക് വരുന്നുണ്ട്. അത് ലാലേട്ടനോട് തന്നെയാണ്. ലാലേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിൽ സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം. വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് മുന്നിൽ ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. ഞാനൊരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞായിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞു തരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? അതിന് അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛനെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. I was nervous. ഞാൻ nervous ആയിരുന്നു. 18 അല്ല 16. അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ചൂട്ടാൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോർട്ടായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. I'm a city writer. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process, and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creative. ഫോട്ടോഗ്രാഫി ആളുകൾ വെൽക്കം ചെയ്യപ്പെട്ടാണ്. സോഷ്യൽ മീഡിയ നടക്കാതെ ഒരുപാട് പോസ്റ്റുകൾ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. സോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ആസ്പെക്ട്സിലേക്ക് ചോദിക്കാം. അതായത് നമ്മുടെ ഞാൻ ഇതുവരെ സ്റ്റൺസ് സിനിമ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ അധികം ഇതിൽ പറയുന്നില്ല പോട്ടെ, എന്നാൽ പോലും ആ സമയത്തുണ്ടായ എഫേർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എഫേർട്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഞാനും സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ജോൺ ചേട്ടനായിരുന്നു. പുള്ളി വേറെ പടങ്ങളുടെ ഡേറ്റ് ഇഷ്യൂസും അങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുള്ളി മാറി.
ഞാൻ വന്നു. പ്ലസ് ഇന്നൊരാൾ സുദീപും കൂടി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൽ ഫൈറ്റ് സീക്വൻസുകൾ വർക്ക് ചെയ്തിട്ടില്ല. സുദീപും ജോബൻ ചേട്ടനാണ് ഫൈറ്റ് സീക്വൻസുകൾ വർക്ക് ചെയ്തത്. ഞാൻ മെയിൻലി സീൻസ് ആയിരുന്നു കൂടുതലും വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് സീക്വൻസിനെ പറ്റി ഞാനത് പറയുന്നില്ല. അങ്ങനെയല്ല, ചർച്ച ചെയ്യുന്നുണ്ട്, കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യുന്നു. തുടക്കത്തിന്റെ ഒരു തുടക്കം വിസ്മയോട് കൂടി ഇനി ലാലേട്ടനെ വെച്ച് 3 മക്കളെ കുട്ടി ഒരു സിനിമ ഈശ്വരൻ അങ്ങനെ ഒരു ഭാഗ്യം തരും. അനുചേട്ടൻ പ്രൊഡ്യൂസറും അങ്ങനെ ഒരു ഭാഗ്യം കൂടി തരാം. അത് പറയാൻ പറ്റുന്നത് ഒരു പോയിന്റ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയാൻ പറ്റുമായിരുന്നു. ഞാൻ 5ാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ഫ്രീഡം തരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് പോയിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ഏത് ആർട്ടിസ്റ്റിനാണെങ്കിലും എന്ത് എക്യുപ്മെൻ്റ് ആണെങ്കിലും ഏത് ടെക്നീഷ്യനാണെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാവുന്ന സാർ. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സാധാരണ നമ്മൾ ചേട്ടൻ വിളിച്ച് പറയാം, ചേട്ടാ ചിലപ്പോൾ ഒരു 2 ദിവസം നമ്മൾ ചാക്കി തൽക്കാലം കൂടും, മോനെ അത് സാരമില്ല, പുതിയ കുട്ടിയല്ലേ. പിന്നെ ഞാൻ എനിക്ക് തോന്നി, ഞാൻ മായയുടെ തോന്നും, മായ എനിക്ക് പ്രശ്നമില്ല, പ്രൊഡ്യൂസർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം, മായ ധൈര്യമായിട്ട് വിളിച്ചു. അതൊരു ഭയങ്കര ബലമായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു വാക്ക് എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് കാര്യം. Thank you everyone. Thank you so much. A big thanks to every one of you for joining here for this incredible beginning of the Beckham.